ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എനിക്കിന്നര വീണയിലീണം എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ വന്നണയോ വേഗം നിർത്തി പാടും. ഒരു കാര്യകാരണങ്ങളും ഇല്ലാതെ വിളിച്ചിരുത്തിട്ട് തന്നെ ഒരു പാട്ടൊക്കെ പാടിയ ആള്. നിങ്ങളെ ചെയ്തത് വിഡ്ഢിത്തം. പിന്നെ ഇന്ന് താൻ എന്തിനാ പാടിയത്? നീ പന്തകണ്ട പെരിച്ചാലി നിമിരിക്കാണ്ട് കാര്യം പറ. ഇൻട്രോ പാട്ട് പാടി തുടങ്ങാന്ന് വിചാരിച്ച് പാടിയതാണ്. പിന്നെ സമ്മതിച്ചു. അതിന് ഇന്റർവ്യൂവിന് പകരം 6 പാട്ടും കൂടെ പാടിയിട്ട് പോകരുത്. ഹരികൃഷ്ണൻസിലെ പാട്ടിന്റെ ഇടയിൽ ചാക്കോച്ചന്റെ ശബ്ദം പോയത് എന്തിനാന്നുള്ളതാണ്. നിലവിലെ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കേസേ മലയാള സിനിമയിലുള്ളൂ. ഹരികൃഷ്ണൻസിലെ പാട്ടിന്റെ ഇടയിൽ ചാക്കോച്ചന്റെ ശബ്ദം പോയത് എന്തിനാന്നുള്ളതാണ്. പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു. അതിന് അങ്ങനെ ഒരു മെഡിക്കൽ എവിഡൻസ് ഇല്ല. ചേട്ടന് പാർട്ട്നേഴ്സിന്റെ പ്രസ് മീറ്റ് ചേട്ടാ ഷൈൻ ടോം ചാക്കോ ചേട്ടനാണെങ്കിൽ ഫോൺ ക്യാമറ ഒന്ന് കട്ടിയാണ് പാർട്ട്നേഴ്സിന്റെ പ്രസ് മീറ്റ് ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ സൈഡിൽ വന്നിട്ട് മറ്റേ ചോദ്യം അതെന്താന്നറിയോ ചേട്ടാ, എനിക്ക് ആ സമയത്ത് ബുദ്ധി ഉണ്ടായിരുന്നില്ല. ബുദ്ധിയില്ലെങ്കിലും ജാടയ്ക്കൊരു കുറവുമില്ല. അപ്പൊ രമേശ് ചേട്ടന്റെ ആണെങ്കിൽ അമർ അക്ബർ അന്തോണിയിൽ ആ നല്ലവനായ ഉണ്ണി ആ ഒരു ഹോസ്പിറ്റലിൽ കയറി വരുന്നതൊക്കെ ഭയങ്കര ശരിക്കും ഒരു നല്ലവനായ ഉണ്ണിയാണോ? അല്ല ഞാൻ എന്താന്നുള്ള ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ. രമേശ് ചേട്ടൻ ഭയങ്കര സർപ്രൈസിന്റെ ആളാണല്ലേ? കപ്പല് മുതലാളി എത്ര വരില്ലല്ലോ. ഒരു കപ്പല് മുതലാളി എന്റെ ബസ് നടത്തുന്നില്ല. അല്ല രമേശ് ചേട്ടൻ പണ്ട് വൈഫിന് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് ചേട്ടൻ സർപ്രൈസ് ആയിട്ടുണ്ടെന്ന് കേട്ടു. എന്റെ മനസ്സാണിത്. അമ്മയെന്ന് വിളിച്ച ഞാൻ ഇതിനകത്ത് കേറാറുള്ളൂ. ചേട്ടൻ വൈഫിന് സർപ്രൈസ് കൊടുത്തിട്ട് ചേട്ടൻ സർപ്രൈസ് ആയിട്ട് ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എനിക്കിന്നര വീണയിലീണം മീട്ടാൻ വന്നണയോ വേഗം. ചാനൽ കണ്ടിട്ട് ലൈക്ക് ആക്കണോ, സബ്സ്ക്രൈബ് ആക്കണോ, പിന്നെ ഷെയറും ആക്കണോ. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. ഇടക്കിടക്ക് വരണേ.